മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികൾ മരിച്ചതും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെന്ന് സ്ഥിരീകരണം. സെപ്റ്റംബർ 11-നാണ് ഇരുവരും മരിച്ചതെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും PR പ്രവീണയാണ് ചേരുന്നത്. പ്രവീണ, പറയൂ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ പരിശോധന ഫലത്തിലാണ് 2 മരണം കൂടി അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിച്ചത്. ഈ മാസം 11-ന് മരിച്ച തിരുവനന്തപുരം സ്വദേശിയുടെയും കൊല്ലം സ്വദേശിയുടെയും സാമ്പിളുകളാണ് പരിശോധന പൂർത്തിയാക്കി ഫലം വന്നത്. ഇവർക്ക് 2 പേർക്കും മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഈ വർഷം മരിച്ചവരുടെ എണ്ണം 19 ആയിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ അത്രയധികം പേർ തന്നെ ചികിത്സയിലുമുണ്ട്. ഇതിൽ ചിലരുടെയെങ്കിലും നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. ഇതിന്റെ ഉറവിടം സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമായ തരത്തിൽ പടരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ഈ അമീബയുടെ സാന്നിധ്യം കൂടുതലായി കണ്ടെത്തിയിരിക്കുന്നത്. ശരി പ്രവീണ, വ്യക്തമാണ്. പ്രവീണയാണ് വിശദാംശങ്ങൾ നൽകിയത്.